കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഇങ്ങനെയൊക്കെ പാടിയ എങ്ങനെയാണ് മനം കവരാതിരിക്കുന്നത്? അവൾ അത്ര മിടുക്കിയാണ്. നമ്മുടെ നാടിൻ്റെ അതിഥി മാത്രമല്ല, നമ്മുടെ മലയാളിയായി മാറുകയാണ് റോഷ്നി. പാവുമ്പ അമൃത UPS 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് റോഷ്നി. സ്കൂളിൽ നാടൻ പാട്ട് മാത്രമല്ല, കുട്ടിക്കഥയും പ്രസംഗവും റോഷ്നിക്ക് പച്ചവെള്ളം പോലെ ഈസി. ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സര കഥയും അതിൻ്റെ ഗുണപാഠവും അവൾ പറയുന്നത് കേൾക്കാൻ തന്നെ നല്ല ചന്തമാണ്. ആമ അതിൻ്റെ അടുത്ത് വന്നപ്പോൾ നോക്കി മുയൽ ഉറങ്ങുവാണ്. ആമയുടെ മനസ്സിലായി, എനിക്ക് മുയലെ എണ്ണീപ്പിക്കണ്ട, അല്ലെങ്കിൽ അത് ഓട്ടമത്സരം ജയിക്കും. എന്നിട്ട് ആമ പതുക്കെ മുന്നോട്ട് പോയി. അപ്പോൾ ആമ കുറച്ച് കഴിഞ്ഞെത്തി പറഞ്ഞവര്. എന്നിട്ട് മുയലിൻ്റെ കണ്ണ് തുറന്നു. അപ്പോൾ മുയലും കൂടെ ഓടിയപ്പോൾ നോക്കി ആമ ആ ഓട്ടമത്സരം ജയിച്ചു. എന്താ അതിൻ്റെ ഗുണപാഠം? ആരുടെയും കളി ഉണ്ടാക്കരുത്, അവരവരും ജയിക്കത്തില്ല. ആരെയും കളിയാക്കരുത്. ഓണപ്പാട്ടാണെങ്കിൽ വേറെ ലെവൽ. ഓണം ഓണം പൊന്നോണം, 2ാം നാളിലെ തിരുവോണം. ഓണം ഓണം പൊന്നോണം, 2ാം നാളിലെ തിരുവോണം. ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടിയണം. ഓണക്കോടിയുടുത്താലോ ഓണപ്പാട്ടുകൾ പാടിയണം. ബീഹാറോ കേരളമോ ഹിന്ദിയോ മലയാളമോ, അവൾക്ക് ഖാന പോലെയാണ് കേരളവും മലയാളവും. രണ്ടിനെയും വിട്ടൊരു നിലപാടില്ല. ഇവിടെ മലയാളം പഠിച്ചാൽ മതി. എനിക്ക് ഹിന്ദി പക്ഷേ അറിയാം, പക്ഷേ എനിക്ക് പഠിക്കാൻ ഇഷ്ടം. എനിക്ക് മലയാളം ഇഷ്ടം. A very warm good morning to one and all present here. Respected principal, teachers, parents and all my dear friends. My name is Roshni Kumari. Do you know the importance of today? Yes, it's our 75th Republic Day. Each year our India, that is Bharat, is celebrating Republic Day. ബീഹാർ ബക്സർ ജില്ല ബിസവ ഗ്രാമവാസികളായ മുകേഷ് കുമാർ പ്രിയങ്ക ദമ്പതികൾക്കും അവരുടെ നാടോളം കേരളവും ഏറെ ഇഷ്ടം. കേരളത്തിലെത്തി 8 വർഷമായി. റോഷ്നി, നയന, അനുജൻ ആര്യകുമാർ നയൻ. ഇവരുടെ വർത്തമാനവും ഇവരുടെ മലയാളവും കേട്ടാൽ ഇവരെ എങ്ങനെ അതിഥി തൊഴിലാളി കുടുംബം എന്ന് പറയാനാകും? ഇവർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെ സ്നേഹിക്കുന്നവരെന്നല്ലേ പറയാനാകും. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കൊഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഈ പഞ്ചവർണ്ണ കിളിയുടെ ആ കൊഞ്ചിയുള്ള പറച്ചിലുകളും ആ മലയാളത്തോടുള്ള അവളുടെ ഇഷ്ടമൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു മാതൃകയാണ്. അത് മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാവുന്ന കാര്യം കൂടിയാണ്. പാവുമ്പയിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.